തെറ്റ് ചെയ്തത് ഏത് ഉന്നതനാണെങ്കിലും ശിക്ഷിക്കപ്പെടണം. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ യുവതിയെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പർഹിക്കാത്ത കുറ്റകൃത്യമാണ്. യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതോടെ ഇനി എന്താകും പോലീസിന്റെ നീക്കം? ഏത് സമയവും അറസ്റ്റ് ഉണ്ടാകാം. രാഹുലിനെതിരെ പോലീസ് പുതിയ FIR രജിസ്റ്റർ ചെയ്യും. കേസിനെ നിയമപരമായി നേരിടുമെന്ന് വ്യക്തമാക്കി ഫേസ്ബുക്കിലൂടെ രംഗത്തെത്തിയ രാഹുൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട്. യുവതിയുടെ മൊഴി, ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ചികിത്സാ രേഖകൾ, ശബ്ദരേഖകൾ, വാട്സാപ്പ് ചാറ്റുകൾ തുടങ്ങിയ തെളിവുകൾ കേസിൽ നിർണായകമാണ്. വൈകിട്ട് 4:30യോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ യുവതി മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകിയത്. വാട്സാപ്പ് ചാറ്റ്, ശബ്ദരേഖ അടക്കമുള്ള തെളിവുകളും കൈമാറി. രാഹുലും യുവതിയുമായുള്ള കൂടുതൽ ശബ്ദ സന്ദേശവും വാട്സാപ്പ് ചാറ്റും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. യുവതിയെ ഗർഭധാരണത്തിനും ഗർഭചിത്രത്തിനും പ്രേരിപ്പിക്കുന്നതാണ് ഇതിന്റെ ഉള്ളടക്കം. ഇതിന് പിന്നാലെയാണ് യുവതി നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. യുവതിയുടെ പരാതി ലഭിച്ചതോടെ ചടുല നീക്കങ്ങളാണ് അന്വേഷണ സംഘം നടത്തുന്നത്. തിരുവനന്തപുരം റൂറൽ SP-യുടെ മേൽനോട്ടത്തിൽ യുവതിയുടെ മൊഴിയെടുത്തു. പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്ന കുറ്റങ്ങൾ അനുസരിച്ചുള്ള വകുപ്പുകൾ രാഹുലിനെതിരെ ചുമത്തും. നേരത്തെ പുറത്തുവന്ന ശബ്ദരേഖയും ചാറ്റും അടിസ്ഥാനമാക്കി രാഹുലിനെതിരെ ഓഗസ്റ്റിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരുന്നു. 5 പേർ ഇമെയിൽ വഴി പോലീസ് ആസ്ഥാനത്തേക്ക് അയച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് കേസെടുത്തത്. അതിജീവിത മൊഴി നൽകുകയോ പരാതി നൽകുകയോ ചെയ്യാത്തതിനാൽ ക്രൈംബ്രാഞ്ച് കേസ് എങ്ങുമെത്താത്ത സ്ഥിതിയിലായിരുന്നു. അതിനിടെ സംഭവത്തെക്കുറിച്ച് യുവതി നടത്തുന്ന വെളിപ്പെടുത്തലിന്റെ കൂടുതൽ ശബ്ദ സന്ദേശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകുന്നതിനിടയിലാണ് അതിജീവിത പരാതി നൽകിയിരിക്കുന്നത്. നിയമപരമായി പോരാടുമെന്നും സത്യം ജയിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ FB-യിൽ കുറിച്ചു. ലൈംഗികാരോപണത്തിൽ പാർട്ടിയുടെ സസ്പെൻഷൻ നേരിട്ട രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരുന്നു. അറസ്റ്റടക്കമുള്ള നടപടികളുണ്ടായാൽ രാഹുലിനെതിരെ കൂടുതൽ നടപടികളെടുക്കാൻ പാർട്ടി നിർബന്ധിതമാകും. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാണ് CPM-ന്റെ ആവശ്യം. രാഹുൽ മാങ്കൂട്ടം ഇതേവരെ കരുതിയതും നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതും പരാതി എവിടെ എന്നതായിരുന്നു. ഇന്നിപ്പോഴും അസന്നിഗ്ധമായി പരാതി കൃത്യമായിട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. പരാതി മാത്രമല്ല, അതിനാവശ്യമായ തെളിവും നൽകിയിട്ടുണ്ട് എന്നാണ് വാർത്താമാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ അവകാശമില്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ കേരളത്തിൻ്റെ MLA എന്ന രീതിയിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഒരാളും MLA ആയിട്ട് അദ്ദേഹത്തെ അംഗീകരിക്കുകയും ചെയ്യില്ല. രാജിവെക്കുന്നതാണ് നല്ലത്, രാജിവെപ്പിക്കുന്നതാണ് നല്ലത് എന്ന് തന്നെയാണ് അഭിപ്രായം. നേരത്തെ ഉയർന്നു വന്ന പ്രശ്നം തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഈ തെളിവ് കൂടി കൊടുത്ത പശ്ചാത്തലത്തിൽ ഒന്നുകൂടി ശക്തിയായിട്ട് കേരളം ആവശ്യപ്പെടുന്നു എന്ന് മാത്രമേ. അതിനിടെ രാഹുലിനെതിരെ AICC-ക്കും പ്രിയങ്ക ഗാന്ധിക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജന B. സജൻ പരാതി നൽകിയിട്ടുണ്ട്. വനിതാ നേതാക്കളെ ഉൾപ്പെടുത്തി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് ഇരയാക്കപ്പെട്ട പെൺകുട്ടികളെ നേരിൽ കണ്ട് വിഷയം ഗൗരവത്തോടെ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം.